പ്രിയപ്പെട്ടവരെ, ചാലിയാറിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയാണ് തിരച്ചിൽ. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനം വകുപ്പ് എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പൂക്കോട്ടുമല മുതൽ ചാലിയാർ മുക്ക് വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങൾ തെരച്ചിൽ നടത്തും. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ ചേരുന്നു. മുബഷിർ പി അക്ബർ, ഇന്നിപ്പോൾ പരപ്പൻപാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടക്കുമ്പോൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഉപയോഗിക്കില്ല എന്നാണ് നേരത്തെ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചോ? സന്നദ്ധ പ്രവർത്തകരും അതിന്റെ ഭാഗമാകുന്നുണ്ടോ? അരുൺകുമാർ, ചില മേഖലകളിലാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സഹായം ഔദ്യോഗിക തെരച്ചിൽ സംവിധാനം തേടുന്നത്. ചാലിയാറിലെ ജനകീയ തെരച്ചിലിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 തന്നെ ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇരുട്ടുകുത്തി മേഖലയിൽ നിന്നുമാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘം ആ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തുക. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യമാണ് ചാലിയാർ തീരത്തിലുള്ളത്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, അതുപോലെ തന്നെ പോലീസ്, വനം വകുപ്പ് എന്നീ സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത്. ഈ ഒരു മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരെ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അതിവിദഗ്ധ പരിശീലനം നേടിയ ആളുകൾ മാത്രമാണ് തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു മേഖല കഴിഞ്ഞ് പാണൻകയം ഭാഗത്ത് 10 അംഗ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാണൻകയത്തിൽ നിന്നും തുടങ്ങി പൂക്കോട്ട് വരെയാണ് ഈ ഒരു സംഘം തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അടുത്ത ഒരു സെക്ഷനായി തിരിച്ചിട്ടുള്ളത് പൂക്കോട്ടുമല മുതൽ ചാലിയാർ മുക്ക് വരെ 20 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 10 പോലീസുകാരടങ്ങുന്ന 30 അംഗ സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിലൊക്കെ തന്നെ ഈ ഒരു സംഘങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അരിച്ചുപുറക്കിയുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും ഇവിടെ നടത്തുക. ചാലിയാറിന്റെ കുത്തൊഴുക്കൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥയും അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിൽ ചാലിയാർ മുതലുള്ളത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നത് അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിയിരുന്നത് ഇരുട്ടുകുത്തിയിൽ നിന്നും ആരംഭിച്ച് വാഴക്കാട് വരെയുള്ള ചാലിയാറിന്റെ 70 കിലോമീറ്ററോളം ദൈർഘ്യത്തിലായിരുന്നു. വാഴക്കാടും ചാലിയാർമുക്കും എടക്കര അതുപോലെയുള്ള ചുങ്കത്തറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ കിട്ടിയ ഒരു പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് മുൻപിലുണ്ടായിരുന്നു. എന്നാൽ കനത്ത മഴയും കുത്തൊഴുക്കും, ചാലിയാറിലെ കുത്തൊഴുക്കും വലിയ തിരിച്ചടിയായിരുന്നു. പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലിൽ ചെങ്ങാടമൊക്കെ തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തുടർന്ന് അതികഠിനമായ രീതിയിലായിരുന്നു മറുവശത്തേക്ക് ട്രാക്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ കണ്ടെത്തിയ മൃതശരീരങ്ങളും ശരീരങ്ങളുടെ ഭാഗങ്ങളും മറ്റു മേഖലകളിലേക്ക്, ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചിരുന്നത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇത്. എന്തായാലും അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ, കാലാവസ്ഥയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനകീയ തിരച്ചിലിനെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ NDRF സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദിവാസികളൊക്കെ തന്നെ പറയുന്നത് ഇനിയും ആ ഒരു മേഖലകളൊക്കെ തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ആ ഒരു മേഖലയൊക്കെ തന്നെ അറിയുന്നതാണ്. ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, അതുപോലെ തന്നെ അപ്പങ്കാപ്പ് ഉൾപ്പെടെയുള്ള മേഖലകൾ അറിയുന്ന ആദിവാസികളാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടിട്ടുള്ളതും ഈ ഒരു ആളുകൾ തന്നെയാണ്. ആ മേഖലകളിലൂടെ നടന്നു പോകുന്ന സമയത്തും അവരുടേതായ രീതിയിൽ തിരച്ചിൽ നടത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നത്. പിന്നീട് അവരായിരുന്നു പോലീസിനെയൊക്കെ തന്നെ വിവരം അറിയിച്ചിരുന്നത്. തുടർന്ന് സന്നദ്ധ പ്രവർത്തകർ ട്രാക്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളായിരുന്നു മറുവശത്തെത്തിച്ച് ഇവ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത്. നടത്തിയത് മുബഷീർ, ആ ദൃശ്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഒരർത്ഥത്തിൽ നെഞ്ചിടിപ്പിച്ചിട്ടുണ്ട്. ചാലിയാർ പുഴയിലെ ഒഴുക്കിന് കുറുകെ കടന്ന് അവർ ട്രാക്ടർ ഓടിച്ചു വരുന്നതും അവർ ഈ കേബിളിൽ കുരുങ്ങിയിട്ടുള്ള അവരുടെ ഈ രക്ഷാപ്രവർത്തനവുമെല്ലാം. ഇതിപ്പോൾ പൂക്കോട്ടുമല മുതൽ ചാലിയാർ മുക്ക് വരെ 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുക എന്നാണ് മുബഷിർ പി അക്ബർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. അവന്തിക പറയുന്നു, അരുൺ സാറിൻ്റെ കൂടെ കോഫി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ്